പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്ര വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. കൃഷി ചെയ്ത് അധ്വാനിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിച്ച് എല്ലാവരും നല്ല രീതിയിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജോലിക്കും ഒക്കെ എത്തിച്ച് അങ്ങനെയൊരു കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ്. പക്ഷേ ആ രീതി എന്നൊക്കെ പറഞ്ഞാൽ അത് വിപുലമായ രീതിയിലുള്ള കൃഷിയാണ്. കൃഷി ചെയ്യുമ്പോൾ അതിനെ സഹായിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എപ്പോഴും വിളവെടുപ്പാണ് അവിടെ. അടയ്ക്കയായാലും കുരുമുളക്, നാളികേരം, അതുപോലെ വാഴക്കുലകൾ, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കോലിഞ്ചി എന്ന് പറഞ്ഞ ഒരു ഇഞ്ചിയുണ്ട്, അതൊക്കെ കൃഷി ചെയ്യും. അതുപോലെ പറങ്കിയണ്ടി, പിന്നെ അങ്ങനെ പയർ, അതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. പിന്നുള്ളത് മൊത്തം കപ്പകളാണ്. കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ ഇന്ന് വേണ്ട സകലമാന കൃഷികളും അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് അതിനോട് ഭയങ്കര താല്പര്യവും ഇഷ്ടവുമാണ്. അങ്ങനെ നമ്മളെ വീട്ടുവളപ്പിൽ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും. പിന്നെ ഇല്ലാത്തതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കത്തുള്ളൂ. അപ്പം നമുക്കെന്നറിയാം, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പിന്നെ പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം മലിനമാണല്ലോ. മലിനം എന്ന് വെച്ചാൽ വിഷമയമാണ്. ഒരു കേടുമില്ലാത്ത പച്ചക്കറികളാണ് നമ്മൾ പച്ചക്കറിക്കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം തന്നെ നമുക്കറിയാമല്ലോ എന്തുമാത്രം മാരകമായ കീടനാശിനികൾ തളിച്ചിട്ടാണ് അതങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മളൊരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ അവിടുന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പച്ചക്കറി അവിടുന്ന് പറിച്ചെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ജൈവ കീടനാശിനി തളിച്ചുകൊണ്ടേയിരിക്കണം. 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്തെങ്കിലേ അത് നമുക്ക് വലിയ കീടബാധയൊന്നും ഇല്ലാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ എവിടെയാണെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ അവിടെ കീടങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ 100-ൽ 99% കീടനാശിനി തളിച്ചാണ് കിട്ടുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ടെടുത്ത് വെജിറ്റബിൾ വാഷൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ വേണം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പം എല്ലാവരും അവരവരുടെ വീട്ടുവളപ്പിൽ കുറച്ച് ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെ പച്ചക്കറികൾ നടുകയാണെങ്കിൽ നമുക്ക് നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങിച്ചുപയോഗിക്കാം. അപ്പോൾ അതിന് എന്തൊരു ടേസ്റ്റായിരിക്കും അല്ലേ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒട്ടനവധി ആൾക്കാർ നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ, ജോലിയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരുടെ ടെറസിലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ മടമറ ഒക്കെ ഉണ്ടാക്കി കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മാറ്റം ആവശ്യമാണ്. കൃഷി ചെയ്യാൻ മടിയുള്ള ആൾക്കാരും നമ്മുടെ കൊച്ചൊരു അടുക്കളത്തോട്ടമാണെങ്കിലും എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓരോ കൃഷി ടിപ്സാണ് എൻ്റെ ചാനൽ കൂടെ പറഞ്ഞു തരുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു കാർഷിക സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരും കൃഷി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അറിവുകളാണ് മറ്റുള്ളവരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങളെൻ്റെ ചാനലൊക്കെ കാണണം. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ.